ലാവ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ജോയിച്ചേട്ടൻ. അതെ. മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് എന്ന് പറയുന്നു. അമ്മ മാത്രോടാ, അച്ഛൻ മരിച്ചു പോയില്ലേ? ഹായ് വീണ വന്നല്ലോ. വീണ ഹായിടാ. വീണ ഹായിടാ. ലൈക്ക് അടിക്കൂടാ. ആരെങ്കിലും ഇപ്പോൾ വന്ന് കേറുമോ? ഇപ്പോൾ കുറച്ച് തിരക്കിലാണേ. മഴ പെയ്യുന്നു. ക്ലീൻ ആകട്ടെ, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നു വീട് ഇടിയും. മുക്കടാ മോനെ, പോയിട്ട് വാ. എനിക്ക് സുഖം തന്നെയെന്ന് പറയുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹായിടാ വീണ. വീണ എവിടെയാണ് സ്ഥലം വരുന്നത്? വീണ ഹായിടാ. ഒരുപാട് സന്തോഷം. അമ്മ ഹായ് എന്ന് പറയുന്നുണ്ട്. അതെ അതെ ലാവു. വീണയുടെ വീണ എന്നെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. ഒന്ന് സബ് ചെയ്യണേ. അച്ചു പറഞ്ഞു വന്നതാണേന്ന് പറയുന്നുണ്ട്. ഓക്കെ വീണ, അപ്പൊ വീണ ഇല്ലേ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. സബ് ചെയ്യാൻ വേണം, ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിച്ചിട്ട് എവിടെയാണ് വീണയുടെ സ്ഥലം വരുന്നത്? സബ് ലൈക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ വീണ, ഓക്കെ ഒരുപാട് വേറെ വീണ ഓക്കേടാ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ അച്ചു പറഞ്ഞു വിട്ടല്ലേ, എനിക്ക് മനസ്സിലായി. അച്ചു എന്നോട് പറഞ്ഞായിരുന്നു ആളെ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ലാവു വന്നിട്ടുണ്ട്. ലാവു ഇവിടെ വന്നു കേട്ടോ. ആ കുഞ്ഞു ചാനലാണ് മഞ്ജു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ സബ് സബ് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെ തന്നെ തിരിച്ചു തരാം, അല്ലെങ്കിൽ സ്പാം ആവാൻ സാധ്യതയുണ്ട്. നാളെ തന്നെ തിരിച്ചു തരാം കേട്ടോ. ഞാൻ എറണാകുളം എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, പോയി ഫുഡ് കഴിച്ചിട്ടോ. ആരാ ഇതിൽ നോക്കുന്നേന്ന് പറയുന്നുണ്ട് വീണ. അത് എന്റെ ഹസ്ബൻഡ് ആണ് കേട്ടോ. വീണ. ധനരാജ് ചേട്ടൻ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലാവു. അതെ അതെ. അയ്യോ അടയ്ക്ക്, കോപ്പിറൈറ്റ്. ഞാൻ ഇവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ കുറച്ച് സമയമായതേ ഉള്ളൂ. ആ ഞാൻ പോയി. ആ പൊക്കോ. ഞാനേ വീണ എറണാകുളം എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ജോജി ചേട്ടൻ. സുന്ദരനാണല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വീണ. ഓക്കേടാ വീണയുടെ സ്ഥലം എവിടെയാണ് വരുന്നത്? എറണാകുളം ആണല്ലേ? ഓക്കേടാ വീണ. എത്ര കുട്ടികളാണ് വീണയ്ക്ക്? വന്നപ്പോൾ അവിടെ അമ്പലത്തിൽ ആരുണ്ട് ശാന്തിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. എടാ ഞാന് ചേട്ടാ ശാന്തി ആയിട്ടല്ലേ പോകുന്നത്. ലാവു ചോദിക്കുന്ന ധനരാജ് വന്നപ്പോൾ അമ്പലത്തിൽ ആരുണ്ടേ എന്ന് പറയുന്നുണ്ട്. എടാ പകരത്തിനാണ് പോകുന്നത്, അതുകൊണ്ട് സീറോ എടുത്തിട്ടില്ലല്ലോ നമ്മള്, അതുകൊണ്ട് പ്രശ്നമില്ലടാ. കിച്ചന് ഫുഡ് കൊടുത്തോ ചേട്ടാ? ലാവണ്യ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജ്യോതി ചേട്ടൻ. ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെടാ അതെ അതെ അതെ. ഞാൻ എന്റെ അപ്പച്ചിയുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പച്ചിയുടെ അവിടെ പോയിട്ട് തിരിച്ചിവിടെ വന്ന് ഞാൻ പിന്നെ അമ്പലത്തിൽ പോയി. ഇപ്പൊ ദാ ഞാൻ ഫുഡ് കഴിച്ചു, ലൈവ് ഇടാൻ കയറി. ഇത്രേ ഉള്ളൂ.